ഇന്ന് നല്ല മറ്റെല്ലാ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ മാന്യവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോകത്തെ തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ബിസിനസ് അവസരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം നമുക്ക് മുന്നിൽ പ്രദാനം ചെയ്തു തന്ന സർവശക്തനെ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഭാഗ്യവാന്മാരാണ്, കാരണം ഈ ഒരു ബിസിനസ് അവസരം ഇന്ന് നമ്മെ പരിചയപ്പെടുത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് സ്വപ്നതുല്യമായ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ സീലിംഗ് അച്ചീവർ, ഡിജിറ്റൽ സീലിംഗ് അച്ചീവർ, ഗോൾഡ് റാങ്ക് അച്ചീവർ കൂടിയായ കണ്ണൂർ സ്വദേശി രജീഷ് സാറാണ്. നിങ്ങൾ എവിടെയും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം, പ്രത്യേകിച്ച് ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഈ ഒരു ഞായറാഴ്ച, ആ ഒരുപാട് തിരക്കുള്ള ആ ദിനത്തിൽ ആ തിരക്കൊക്കെ മാറ്റിവെച്ചു ഈ അവസരത്തിലേക്ക് വന്ന നിങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി പ്രധാനമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ലീഡർ പറയുന്നുണ്ടായി, ഒരു പുതിയ അവസരത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളേവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന മഹത് വ്യക്തികൾ നിങ്ങൾ നിങ്ങളുടേതായ മേഖലയിൽ മാന്യമായി തൊഴിൽ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പുതിയ അവസരത്തിന്റെ പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ്? അങ്ങനെ ചിന്തിക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ജീവിത ചെലവ് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ ജീവിത ചെലവ് അനുദിനം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആരുടെയും വരുമാനം അതേ മടങ്ങ് വർദ്ധിക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരത്തെ നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യാം. അല്ല എങ്കിൽ കുറച്ച് സമയം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ചെലവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിത ചെലവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ബിസിനസിന്റെ പ്രസക്തി. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആ വരുമാനം വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ നമ്മുടെ വരുമാന മേഖലകളെല്ലാം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വരുമാന മേഖലയെ കുറിച്ച് എടുത്ത് പരിശോധിച്ചിടുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശകലനം ചെയ്യാം. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മേഖല? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു കാർഷിക മേഖലയാണ്. പക്ഷേ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ തന്നെ ആശ്രയിച്ചൊരു മേഖലയായിരുന്നു കാർഷിക മേഖല. ആ കാർഷിക മേഖല ഇന്ന് എന്താണ് ആ കാർഷിക മേഖലയുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, കാർഷിക മേഖല തകർച്ചയുടെ വക്കിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾ മുന്നേ ഇന്ത്യ രാജ്യത്ത് വലിയ പോരാട്ടം നടക്കുകയുണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കർഷകരുടെ ആവശ്യങ്ങൾ, അവർക്ക് ഈ മേഖലയിൽ നിന്ന് മാന്യമായ വേതനം ലഭിക്കുന്നില്ല, അവരുടെ ഉൽപാദന ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു,
ആ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടവും അവരെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ആ ഒരു പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസരം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പുതിയ യുവാക്കളോ യുവതികളോ കൃഷി രംഗത്തേക്ക് പ്രധാന വരുമാനമായി കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നതാണ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ മേഖല നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കാർഷിക മേഖല വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ വരുമാന മേഖല ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വിദേശം, പ്രത്യേകിച്ച് ഗൾഫ്. ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ ഗൾഫിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി അവിടെയുള്ള ജോലിക്കാരുടെ ആ ജോലിക്കാരെ പറഞ്ഞയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയിലാണ് കൊറോണ എന്ന മഹാമാരി ലോകത്തെയും നമ്മുടെ രാജ്യത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ഗൾഫിലെ പല ആളുകളെയും തൊഴിൽ നഷ്ടപ്പെടുന്നു. നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം പോലും വെട്ടിക്കുറക്കുന്ന ഒരു സാഹചര്യമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ഇതിലൂടെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ പഴയ ആ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ 1980 ആ കാലഘട്ടത്തിൽ 90 കാലഘട്ടത്തിൽ നമ്മുടെ യുവതി യുവാക്കൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയായിരുന്നു വിദേശം. എങ്ങനെയാണ് നല്ലവണ്ണം പഠിച്ചുകൊണ്ട് വിദേശത്ത് പോയി നല്ല ജോലി സമ്പാദിക്കുക എന്നതായിരുന്നു ഒരു യുവാക്കളുടെ സ്വപ്നം. ആ കാലഘട്ടത്തിൽ അങ്ങനെ പഠിച്ചു വരുന്ന എല്ലാ യുവാക്കളും പാസ്പോർട്ട് പോലും എഴുതി വെച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു യുവാക്കളോ പഠിക്കുന്ന ഈ ഘട്ടത്തിൽ വിദേശത്ത് പോയി നല്ല ജോലി സമ്പാദിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗൾഫ് എന്ന സ്വപ്നവും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു നമ്മുടെ മുന്നിൽ. അങ്ങനെ ആ മേഖലയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മറ്റൊരു മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മുടെ കച്ചവട മേഖല. കച്ചവട മേഖലയെ കുറിച്ച് ഞാൻ പറയാതെ പക്ഷേ നിങ്ങൾക്കറിയാം എന്താണ് ആ കച്ചവടത്തിന്റെ അവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് തന്നെ കച്ചവടങ്ങളുടെ വിപണിയുടെ സാധ്യത ഒരുപക്ഷെ അനുദിനം കച്ചവടങ്ങൾ, ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പല ആൾക്കും സ്ഥായിയായ വരുമാനം ഇന്ന് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ആ മേഖലയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാവരും എനിക്ക് ഇന്ന് കിട്ടിയ കച്ചവടം, ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കുറിച്ച് നിങ്ങൾ ചോദിക്കൂ, ഇന്ന് നടന്ന കച്ചവടം ഇന്ന് നടന്നു എന്ന് ചോദിച്ചാൽ സ്ഥായിയായ ഒരു വരുമാനവും ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ആ മേഖലയെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെയും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ജോലിയാണ്. ജോലി എന്ന് പറയുന്നത് രണ്ട് മേഖലയായി നമുക്ക് തരംതിരിക്കാം. ഒരു പ്രൈവറ്റ് മേഖലയുണ്ട്, ഗവൺമെന്റ് മേഖലയുണ്ട്. പ്രൈവറ്റ് മേഖലയെ കുറിച്ച് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് മുന്നേ കേരളത്തിൽ തന്നെ ഒരു പോരാട്ടം നടന്നൊരു ചരിത്രമുണ്ട്. ജീവിക്കാൻ ഒരു തൊഴിലവസരം സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനേകം ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ആ നഗരത്തിൽ പോരാട്ടം നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു ഗവൺമെന്റ് വന്നാലും 100% ഗവൺമെന്റ് ജോലി ലഭിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അവിടെയാണ് ഗവൺമെന്റ് മേഖല ലഭിക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പ്രൈവറ്റ് മേഖല ആശ്രയിക്കുമ്പോൾ ആ പ്രൈവറ്റ് മേഖലയിലേക്ക് കടന്നാൽ അവർ ആഗ്രഹിച്ച തരത്തിലേക്ക് ജോലിയോ അവർ ആഗ്രഹിച്ച തരത്തിലേക്ക് ശമ്പളമോ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് പ്രൈവറ്റ് മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെയുള്ളത് ഗവൺമെന്റ് ജോലിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 100% ജോലി കൊടുക്കാൻ ഒരു ഗവൺമെന്റിനും സാധ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ ഓരോ പുതിയ ആളുകൾ പുതിയ യുവാക്കൾ കടന്നു വരുമ്പോൾ അവിടെ തന്നെ ഗവൺമെന്റ് ജോലി കിട്ടാൻ വളരെ പ്രയാസകരമാണ്.
നമ്മൾ മൊത്തം നമ്മുടെ വരുമാന മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ വരുമാന മേഖല വലിയ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ബിസിനസിന്റെ പ്രസക്തി. നിങ്ങൾ ഒരു അധിക വരുമാനമോ അല്ലെങ്കിൽ ഒരു സ്ഥായി വരുമാനമോ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങളെ സഹായിക്കും. അവസരം പ്രദാനം ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗാണ്. എന്താണ് ഓൺലൈൻ ഷോപ്പിംഗ്? നമുക്ക് സുപരിചിതമുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതേപോലെയുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ്. പിന്നെ എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അവര് വിപണനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ആണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ഓരോ കുടുംബത്തിലെയും അത്യാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വില കുറഞ്ഞ് നമ്മൾ വീടുകളിൽ എത്തിക്കുന്നു എന്നതാണ് നമ്മൾ മറ്റുള്ള ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ധാരാളം പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്നു എന്നതാണ്. എന്താണ് ഒന്നാമത്തെ പ്രൊജക്റ്റുകൾ? വീടുകളിൽ ഇരുന്നുകൊണ്ട് സാധനം വാങ്ങാനുള്ള ഒരു ഓൺലൈൻ സംവിധാനം കമ്പനി ഒരുക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രൊജക്ട്. രണ്ടാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു ഡെലിവറി സിസ്റ്റം. നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വാങ്ങിക്കാനുള്ള വെയർഹൗസുകൾ കമ്പനി ഒരുക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രൊജക്ട്. നമുക്കറിയാം, ആദ്യം താലൂക്ക് അടിസ്ഥാനത്തിലാണ് വെയർഹൗസുകൾ വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ പിൻകോഡ് അടിസ്ഥാനത്തിലും ഫ്രാഞ്ചൈസികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് കൂടെ കമ്പനി അവതരിപ്പിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് വിങ്ങാണ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊരു പ്രധാന വരുമാനത്തിന് വേണ്ടിയാണ് ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് മാർക്കറ്റിംഗ് വിങ്. നിങ്ങൾക്ക് ഈ അവസരത്തിലേക്ക് കടന്നു വന്നാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിങ്ങാണ് മാർക്കറ്റിംഗ് വിങ്. എന്താണ് മാർക്കറ്റിംഗ് വിങ് എന്ന് ചോദിച്ചാൽ, ഈ അവസരത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ് കമ്പനി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, ഇതിലേക്ക് കടന്നു വരാൻ ഫ്രീ ഐഡിയ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്റ് കസ്റ്റമറായി കടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാം എന്നാണ്. അങ്ങനെ രണ്ട് ഓപ്ഷൻ കമ്പനി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു, ഒരു ഫ്രീ ഐഡിയ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാം. പക്ഷേ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്നത്, ഫ്രീ ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ വില കുറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ ഫ്രീ ഐഡിയയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതേ സ്ഥാനത്ത് നിങ്ങൾ ആക്ടിവേറ്റ് കസ്റ്റമറായി കടന്നു വന്നാൽ നിങ്ങൾക്ക് ഈ കമ്പനി നൽകുന്ന എല്ലാ വരുമാനങ്ങളും വാങ്ങിച്ചാൽ ശക്തമായി ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ആക്ടിവേറ്റ് കസ്റ്റമറായി കടന്നു വരാൻ സാധിക്കുക? കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് 699 മുതൽ 2000 രൂപ വരെയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവേറ്റ് കസ്റ്റമറായി കടന്നു വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ ആക്ടിവേറ്റ് കസ്റ്റമറായി കടന്നു വന്നാൽ നിങ്ങൾക്ക് പാസ്വേഡും ഐഡിയും കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കമ്പനി ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം. അതാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം? നിങ്ങളൊരു ഞാൻ സൂചിപ്പിച്ച ഒരു ഫസ്റ്റ് പർച്ചേസ് എടുത്തുകൊണ്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളൊരു 699 രൂപ മുതൽ 2000 വരെയുള്ള ഏതെങ്കിലും ഒരു പർച്ചേസ് എടുത്ത് വരുമ്പോഴാണ് ഇവിടെ 200 രൂപ ബിസിനസ് ബോഡിയുള്ള നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് ഓപ്പൺ ആകുന്നു. കമ്പനി ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ അവസരം ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇതിലേക്ക് കടന്നു വന്നു. ഇനി നിങ്ങൾ ഈ അവസരം മറ്റുള്ളവരോട് പങ്കുവെക്കാനാണ് കമ്പനി പറയുന്നത്. ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങളെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പ്രൊമോട്ട് ചെയ്യാനാണ് കമ്പനി പറയുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളെ
ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ രണ്ട് വ്യക്തികളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കുന്നു. ഇങ്ങനെ വെബ്സൈറ്റിൽ ഓർഗ് 1 ഓർഗ് 2 എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഒരു ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ രണ്ട് വ്യക്തികളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ വ്യക്തിയെ നിങ്ങൾ ഓർഗ് 1 പോസ്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ വ്യക്തിയെ ഓർഗ് 2 പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കമ്പനി ഇവിടെ നിങ്ങൾക്ക് വരുമാനം തരുന്നു. 1:1 എന്ന അനുപാതത്തിൽ ഇവിടെ ജോഡി പരിഗണിക്കും. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഇതിലേക്ക് കടന്നു വന്നത്, 200 BV ഉള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തിയും ഇതിലേക്ക് കടന്നു വരുന്നത്. അതേപോലെ തന്നെ 200 BV ബിസിനസ് വോളിയമുള്ള മറ്റൊരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് ആ വ്യക്തിയും കടന്നു വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കമ്പനി വരുമാനം തരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1:1 അനുപാതത്തിൽ ഇവിടെ നിങ്ങൾക്ക് കമ്പനി 200 രൂപ വരുമാനം നൽകുന്നു. ഇനി കമ്പനി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൂടെ വന്നവരെ കൊണ്ട് നിങ്ങൾ എന്താണോ ചെയ്തത് അതേപോലെ ചെയ്യുക, കമ്പനിയെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക, പരസ്യം ചെയ്യുക എന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഗ് 1 2 സെയിൽ നടക്കുന്നു, ഓർഗ് 2 2 സെയിൽ നടക്കുന്നു. ഇവിടെ 2 ജോഡി പരിഗണിച്ച് നിങ്ങൾക്ക് 400 രൂപ കമ്പനി വരുമാനം നൽകുന്നു. നിങ്ങൾ ഒരു ചെറിയ ടീമിന്റെ ഉടമയെ നിന്നുകൊണ്ട് ഒരു ടീം വർക്കായി ചെയ്യേണ്ട ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം നിങ്ങളുടെ ലെഫ്റ്റിൽ ഒരു 3 സെയിലും റൈറ്റിലൊരു 4 സെയിലും നടക്കുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജോഡി പരിഗണിച്ചാണ് കമ്പനി വരുമാനം തരുന്നത്. എല്ലാ ദിവസവുമാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് കമ്പനി. അങ്ങനെ രാത്രി 12 മണിക്ക് ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനി നോക്കും നിങ്ങൾ ഓർഗ് 1 എത്ര ബിസിനസ് നടന്നു, ഓർഗ് 2 എത്ര ബിസിനസ് നടന്നു. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ 3 സെയിൽ നടന്നിട്ടുണ്ട്, ഇവിടെ 4 സെയിൽ നടന്നിട്ടുണ്ട്. ജോഡി പരിഗണിച്ചാണ് കമ്പനി വരുമാനം നൽകുന്നത്. അതുകൊണ്ട് ഏറ്റവും ചെറിയത് 3 ആണ്. ഈ 3 ജോഡി പരിഗണിച്ച് നിങ്ങൾക്ക് 600 രൂപ കമ്പനി വരുമാനം നൽകുന്നു. സംശയം നിങ്ങളിലേക്ക് കടന്നു വരാം, ഇവിടെ ഒരു സെയിൽ അധികം അത് നഷ്ടപ്പെട്ടു പോകുമോ? ഒരിക്കലുമില്ല. ഞാൻ അതിനെ സൂചിപ്പിച്ചു, എല്ലാ ദിവസവുമാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്, അടുത്ത ദിവസം അത് കേരി ഫ്രോഡ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ ഓർഗ് 1 10 സെയിലും ഓർഗ് 2 9 സെയിലും നടക്കുമ്പോൾ ജോഡി പരിഗണിച്ച് നിങ്ങൾക്ക് ഈ 9ന്റെ കൂടെ നേരത്തെ സെയിൽ ആഡ് ചെയ്യും. അങ്ങനെ 10 ജോഡി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് 2000 രൂപ കമ്പനി വരുമാനം നൽകും. കമ്പനിക്ക് ഇത് അനന്തമായി പുറത്തു പോകാൻ സാധ്യമല്ല. കമ്പനി അവിടെ സീലിംഗ് ലിമിറ്റ് വെക്കുന്നുണ്ട്. എന്താണ് ആ സീലിംഗ് ലിമിറ്റ് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഓർഗ് 1 ഒരു 25 സെയിൽ നടക്കുന്നു, ഓർഗ് 2 25 സെയിൽ നടക്കുന്നു. ഇവിടെ കമ്പനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയാണ് സീലിംഗ് വെച്ചത്. 25 ജോഡി പൂർത്തീകരിക്കുമ്പോൾ 25 ജോഡിയുടെ 5000 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് കമ്പനി നൽകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം 5000 രൂപ വലിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒരു സ്റ്റെപ്പ് കൂടെ നോക്കാം. ഞാൻ സീലിംഗിന്റെ കാര്യം പറഞ്ഞു. ഈ ഓർഗ് 1 30 സെയിലും ഓർഗ് 2 30 സെയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ജോഡി പരിഗണിച്ചാണെങ്കിൽ നമുക്കിവിടെ ഈ 30 ജോഡിയുടെ വരുമാനം തരണം. അത് കമ്പനിക്ക് നൽകാൻ സാധിക്കില്ല. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്, ഒരു സീലിംഗ് ലിമിറ്റ്. ഒരു ദിവസം 5000 രൂപ ലഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് പർച്ചേസിംഗ്. ഒരു ദിവസം 5000 രൂപ എന്ന് പറയുമ്പോൾ മാസം നമുക്ക് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസിംഗ്. കമ്പനി അനേകം വരുമാനങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ എല്ലാ വരുമാനത്തിന്റെയും കാര്യങ്ങളുടെ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ 2 വരുമാനം കൂടെ ഇനി പറയാൻ പോകുന്നത്. അടുത്ത വരുമാനം എന്ന് പറയുന്നത് റീപർച്ചേസിംഗ്. എങ്ങനെയാണ് നമുക്ക് റീപർച്ചേസിംഗ് ലഭിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആക്ടിവേറ്റ് കസ്റ്റമറായി നിങ്ങൾ കടന്നു വന്നുകൊണ്ട് ID നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനി ആവശ്യപ്പെടുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കമ്പനിയുടെ ഫ്രാഞ്ചൈസിയിൽ
വിപണനം ചെയ്യുന്നു. 5 മുതൽ 30% വരെ വിലക്കുറവിലാണ് കമ്പനി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വാങ്ങുമ്പോൾ അതിൽ നിന്ന് കമ്പനി നിങ്ങൾക്ക് വരുമാനം നൽകുന്നതാണ് റീപർച്ചേസ് ഇൻകം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു കുടുംബത്തിൽ മാസം ഒരു 5000 രൂപ വരുമാനം വാങ്ങുകയാണെങ്കിൽ, ഒരു മാസം ഒരു വ്യക്തി അവരുടെ കുടുംബത്തിലേക്ക് 5000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ബിസിനസ് വോളിയം, അതായത് ഒരു ഇൻസെന്റീവ് കമ്പനിയുടെ മാറ്റിവെക്കുന്നു. ഇൻസെന്റീവ് എന്ന് പറയുന്നത് 1 കിലോ പഞ്ചസാരയ്ക്ക് 1 രൂപയാണ്, 1 കിലോ കടലക്ക് 2 രൂപ കമ്പനി മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു മാസം 5000 രൂപ വാങ്ങുമ്പോൾ കമ്പനിയുടെ ഇൻസെന്റീവായിട്ട് 300 രൂപ മാറ്റിവെക്കും. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മാസം 5000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ 30% നിങ്ങൾക്ക് തന്നെ കമ്പനി നൽകുന്നു എന്നതാണ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ സെയിൽസ് ഇൻസെന്റീവിന്റെ 30% നിങ്ങൾക്ക് തന്നെ കമ്പനി നൽകുന്നു. അതായത് 5000 രൂപ വാങ്ങുകയാണെങ്കിൽ ഈ 300 രൂപയുടെ 90 രൂപ കമ്പനി നിങ്ങൾക്ക് നൽകുന്നു എന്നതാണ്. ഇങ്ങനെ കമ്പനി 19 ലെവൽ വരെ വരുമാനം കൊടുക്കുന്നുണ്ട്. ഞാൻ 19 ലെവലും ഇവിടെ പറയുന്നില്ല, ഒരു 2-3 സ്റ്റെപ്പ് കൂടെ ഞാൻ പറയാം എങ്ങനെയാണ് വരുമാനം വാങ്ങിക്കാം. ഇനി അടുത്തൊരു വ്യക്തി, നിങ്ങളെ കൂടെ വന്ന വ്യക്തി ഇതേവരെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 20% ഇതിന്റെ റീപർച്ചേസ് ഇൻകം കിട്ടുന്നു. നമുക്ക് 20% എന്ന് പറയുന്നത് 60 രൂപയാണ്. ഞാൻ 3ാം സ്റ്റെപ്പ് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് 15% 3ാമത്തെ സ്റ്റെപ്പിൽ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ 300 രൂപയുടെ 45 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ പറയാം. ഇവിടെ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനി റീപർച്ചേസ് ഇൻകം 10% നൽകുന്നു. നോക്കൂ, 300 രൂപയുടെ 30 രൂപ നിങ്ങൾക്ക് നൽകുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ പറയുന്നു. 4ാം ഘട്ടം 5ാം ഘട്ടം എന്ന് പറയുന്നത് കമ്പനി നിങ്ങൾക്ക് റീപർച്ചേസ് ഇൻകം വാങ്ങുമ്പോൾ ഇവിടെ 5% തരുന്നു, 15 രൂപ. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം, റീപർച്ചേസ് ഇൻകം താഴോട്ട് വരുന്തോറും എമൗണ്ട് കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് എത്ര വ്യക്തികളെയും ഈ അവസരത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10 വ്യക്തികളുടെ കാര്യം പരിശോധിച്ച് നോക്കാം. ഈ 10 വ്യക്തികളും അവരുടെ വീടുകളിലേക്ക് മാസം ഇതേ രൂപത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വരുമാനം എന്ന് പറയുന്നത് 600 രൂപ. നിങ്ങളൊരു 10 വ്യക്തികളെ കൊണ്ടുവരുന്നു, നിങ്ങളുടെ മാസ വരുമാനം എന്ന് പറയുന്നത് 600 രൂപ. നോക്കൂ, നിങ്ങളെ പോലെ തന്നെ 10 വ്യക്തികൾ ഇവരും കൊണ്ടുവരുന്നു. 100 വ്യക്തികളായി നിങ്ങളെ സംബന്ധിച്ച് 4500 രൂപ ആ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നു. നോക്കൂ, ഇതിന്റെ 30% 30,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് നോക്കൂ, 5% വെച്ച് നോക്കിയാൽ ഇതിന്റെ 30ന്റെ 300 5% എന്ന് പറയുന്നത് മാസം 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഈ റീപർച്ചേസ് ഇൻകം സൂചിപ്പിക്കുന്നത്. കേവലം ഞാൻ 5 സ്റ്റെപ്പ് പറയുമ്പോഴേക്കും നിങ്ങളുടെ മാസ വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നു. ഇനി 6ാമത്തെ സ്റ്റെപ്പത്തിലേക്കും ലക്ഷങ്ങൾക്ക് മുകളിലായിരിക്കും നിങ്ങളുടെ റീപർച്ചേസ് ഇൻകം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ലിമിറ്റും കമ്പനി നിബന്ധനയില്ല. നിങ്ങൾക്ക് അനന്തമായി വരുമാനമാകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റീപർച്ചേസ് ഇൻകം. നിങ്ങൾ ചിന്തിക്കൂ, ഈ അവസരത്തിലേക്ക് നിങ്ങൾ ഇന്ന് കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ 1 ലക്ഷം വ്യക്തികൾ കടന്നു വരുമ്പോൾ ആ 1 ലക്ഷം വ്യക്തികൾ
അവരുടെ വീടുകളിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ, അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവരുടെ വീടുകളിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനം വാങ്ങുമ്പോൾ, 1,00,000 വ്യക്തികളുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 1 രൂപ മാറ്റി വെച്ചാൽ പോലും നിങ്ങളുടെ മാസ വരുമാനം എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റീപർച്ചേസ് ഇൻകം. ഒരുപക്ഷെ ഈ അവസരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചതെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാണോ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഈ നിങ്ങൾ ഹാൾ വിട്ടു പോകാവൂ. അടുത്തൊരു വരുമാന മേഖല ഞാൻ പറയുന്നത് ഡിജിറ്റൽ. എന്താണ് ഡിജിറ്റൽ? നമുക്കറിയാം, കമ്പനിയുടെ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഒരു 10,000 രൂപയുടെ കൂപ്പൺ പർച്ചേസ് കൊണ്ട് നിങ്ങൾക്ക് ഈ അവസരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മാസം ലക്ഷങ്ങൾക്ക് മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ. ഞാൻ സൂചിപ്പിച്ചു, കമ്പനി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു 10,000 രൂപയുടെ കൂപ്പണും രണ്ടാമത്തെ പർച്ചേസ് എന്ന് പറയുന്നത് 12,000 രൂപയുടെ ഒരു ട്രെയിനിങ് ക്ലാസ്, അത് ഏതെങ്കിലും ഒന്നും എടുത്ത് കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാം. നോക്കൂ, 10,000 രൂപയുടെ കൂപ്പൺ എടുത്ത് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൈറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഡിജിറ്റൽ മാർക്കറ്റിൽ തന്നെ ഒരുപാട് വരുമാനം കമ്പനി കൊടുക്കുന്നു. ആ വരുമാനത്തെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ ആരാണോ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവരോട് പൂർണ്ണമായി ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒറ്റ വരുമാനം മാത്രമേ ഡിജിറ്റലിനെ കുറിച്ച് പറയുന്നുള്ളൂ. നിങ്ങൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഒരു ഓർഗ് 1, ഓർഗ് 2 ഉണ്ടാവും. നിങ്ങളൊരു വ്യക്തി 10,000 രൂപയുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ഓർഗ് 1-ൽ പോസ്റ്റ് ചെയ്യുക. ഇവിടെ ഓർഗ് 2, ഓർഗ് 1, ഓർഗ് 2 10,000 രൂപയുടെ ബിസിനസ്സിലെ ഓർഗ് 1-ലും 10,000 രൂപയുടെ ബിസിനസ് ഓർഗ് 2-ലും നടക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കമ്പനിയുടെ വരുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ജോലി പരിഗണിച്ച് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്പനി 1000 രൂപ വരുമാനം നൽകുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങളെന്ന വ്യക്തി ഒരു 10,000 രൂപയുടെ കൂപ്പൺ എടുത്തുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ പോലെ 2 വ്യക്തികളിലേക്ക് കൊണ്ട് ഒരു 10,000 രൂപയുടെ കൂപ്പൺ എടുത്തു വരികയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 1000 രൂപ. നോക്കൂ, ഓർഗ് 1-ൽ ഒരു 50,000 രൂപ ബിസിനസ് നടക്കുകയാണെങ്കിലും ഓർഗ് 2-ൽ അതേപോലെ തന്നെ 50,000 രൂപയുടെ ബിസിനസ് നടക്കുകയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 5,000 രൂപയായിരിക്കും. ഇവിടെയും കമ്പനി ഒരു സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. കമ്പനിക്ക് ഇതേപോലെ തുടർന്ന് കൊടുത്തു പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഇവിടെയും ഒരു സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങളുടെ ഓർഗ് 1-ൽ 1,00,000 രൂപ ബിസിനസ് നടക്കുകയാണെങ്കിലും ഓർഗ് 2-ലും 1,00,000 രൂപ ബിസിനസ് നടക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കമ്പനി ഒരു ദിവസം 10,000 രൂപ വരുമാനം തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി 10,000 രൂപ വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇവിടെ പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഡിജിറ്റൽ മേഖലയിൽ ഒരുപാട് വരുമാനമുണ്ട്. ആ വരുമാനമൊന്നും ഞാൻ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആരാണോ അവർക്ക് ഇവിടെ കൊണ്ടുവന്ന അവരുമായി ചർച്ച ചെയ്യപ്പെടുക. ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഹാൾ വിട്ടു പോകാൻ. ഒരു ദിവസം കടന്നു വന്നിട്ട് മുന്നേ ചെന്നൈയിലായിരുന്നു, കച്ചവടമായിരുന്നു. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് എന്ന മഹാമാരി ലോകത്തെയും ഇന്ത്യ രാജ്യത്തെയും കേരളത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ അവസരം തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിരിക്കുന്ന അവസരമാണ് നമ്മുടെ പ്രിയപ്പെട്ട അനീസ് സാറിന്റെ നേതൃത്വത്തിൽ 2-3 വ്യക്തികൾ എന്റെ വീട്ടിലേക്കാണ് വന്നത്. അങ്ങനെ ഈ അവസരത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അന്ന് വെറും 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്നെ ക്ലിക്ക് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ 800 രൂപ കൊടുത്തുകൊണ്ട് ഈ അവസരത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് മറ്റു തൊഴിലൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശമല്ലാത്ത വരുമാനം വാങ്ങിച്ചു. അങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിവിലേജിൽ 5,000 രൂപ, ഡിജിറ്റൽ 10,000 രൂപ ദിവസ വരുമാനവും വാങ്ങിച്ചുകൊണ്ടും അതിശക്തമായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ബിസിനസ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ. തീർച്ചയായും നിങ്ങളാണ് അവസരം കേട്ടത്.
നിങ്ങൾ ഈ അവസരം കേട്ട് ഒരുപക്ഷെ പുറത്തേക്ക് ഇറക്കുമ്പോൾ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഓക്സിജനാണ്, പക്ഷെ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. നിങ്ങൾ ഈ ഹാളിൽ വന്ന് കേട്ട അവസരത്തെ നിങ്ങൾ ഓക്സിജനായി മാറ്റുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നെഗറ്റീവിനെ കാർബൺ ഡയോക്സൈഡായി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശാരിപ്പണിയെടുത്ത ആൾക്കാരുണ്ട്, വാഴ കൃഷിക്കാരുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. നമ്മളെല്ലാം രക്ഷപ്പെടാമെന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇതിലേക്ക് വന്നത് തന്നെ. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ്. ഞാൻ അതിനെ പഠിച്ചുകൊണ്ടാണ് ഇതിൽ വന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. നമ്മൾ കാണാത്ത സ്വപ്നങ്ങൾ, പണ്ട് എന്താ പറയണ്ടേ, സ്വപ്നം കണ്ടാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. സ്വപ്നം കാണാറേ ഉള്ളൂ, ഒന്നും നടത്താൻ സാധിക്കില്ല. 29 വർഷം കൊണ്ട് ഞാൻ ചെയ്ത ജോലിയിൽ നിന്ന് വരുമാനം ഏകദേശം 1 വർഷം കൊണ്ട് എനിക്ക് ഐലൻസിൽ കൂടെ വാങ്ങിക്കാൻ സാധിച്ചു. സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിക്കാൻ സാധിച്ചു, സ്വന്തമായിട്ടൊരു 2 വീലർ വാങ്ങിക്കാൻ സാധിച്ചു. ഇതിന് ഒരുപാട് പണികളുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് ഐലൻസ് ഓൺലൈൻ ഷോപ്പ് എന്ന ദൈവികമായ ഒരു ബിസിനസ് അവസരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിദ്യാഭ്യാസം നേർന്നു. ഇനി കൺട്രോളിംഗ് സെക്ഷനാണ്. അതിന് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹൈറിച്ചിന്റെ പ്ലാനിനെ കുറിച്ച് കേട്ടു അല്ലേ? വരുമാനം വാങ്ങുന്ന കുറെ ആളുകൾ. അപ്പൊ ഇനി നമുക്ക് 100% വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ, മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാവും. ഈ ബിസിനസ് ഇവരിങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അഥവാ വഴിക്ക് വെച്ചാലും പൊട്ടിപ്പോയാലോ അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാടുണ്ടാവും ആൾക്കാർ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതുപോലുള്ള പല കമ്പനികളും വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, ഇതുപോലുള്ള ഒരു കമ്പനി മാത്രമേ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. കാരണം നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിലുള്ള അതേ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളൊന്നും തന്നെ വന്നിട്ടില്ല. അവരൊക്കെ തന്നെ എന്ത് ചെയ്തിട്ട് പല പാക്കേജുകളുമായി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിലൂടെ പർച്ചേസ് ചെയ്യുള്ളൂ. ആദ്യം നമ്മൾ 800 രൂപ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് ബ്രാൻഡ് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ, ഷോപ്പൊന്ന് മാറ്റിപ്പിടിക്കുക. ഷോപ്പൊന്ന് മാറ്റിപ്പിടിച്ചാൽ നമുക്കും കൂടി വരുമാനം കിട്ടുമെന്ന് എന്നിട്ട് നമുക്കത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുള്ളൂ. നിലവിൽ ചെയ്യുന്ന മാർക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പൊന്ന് മാറ്റി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഒരു കാര്യം സംശയമില്ല, നിങ്ങളുടെ വീട്ടിൽ വരുമാനം കൊണ്ട് കളിയായിരിക്കും. കാരണം ഇതുവരെ ഈ 1.5 വർഷം കൊണ്ട് ഇതിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ഒരു 800 രൂപ കൊടുത്തുകൊണ്ട്, അതായത് നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് ഞാൻ അറിയാം. കാരണം ഇന്ന് എന്നെ ഈ കാണുന്ന അവസ്ഥയിൽ 800 രൂപ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. കൊറോണയുടെ നല്ല സമയത്താണ്. ഇപ്പോൾ 2020 ജൂൺ മാസം പൈസ ഇല്ലാത്ത പോലും പൈസ ബാങ്കിൽ പോയിട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള സമയമാണ്. ആ സമയത്താണ് എന്നോട് ഇതിനെക്കുറിച്ച് അനീഷ് സാറും ഷൈജു സാറും വന്നിട്ട് ഈ അവസരത്തെ കുറിച്ച് പറയുന്നത്. ആ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും പോയില്ല. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഏകദേശം 1 വർഷം മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ, ജോഡിക്ക് 200 രൂപ കിട്ടിയിട്ട് എപ്പം പൈസ ആക്കിയാ എന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചത്. അന്ന് ഞാൻ ഇത് കേട്ട അവസരം കേട്ടപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ അനീഷ് സാറേ ഷൈജു സാറെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് 800 രൂപ കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. അപ്പോൾ എനിക്ക് മുന്നേ പരിചയമുണ്ട്. മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചിന്തിച്ചത് ഇതുപോലുള്ള മറ്റൊരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന സമയമാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നും വ്യത്യാസമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ സാധാരണ രീതിയിൽ
ഈ ബിസിനസ് നമ്മൾ ഇതുപോലുള്ള ബിസിനസ് മറ്റു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്തിങ്ങനെ പോകും. ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സൈഡിലുള്ള ആൾക്കാരെ ഒറ്റ കാണൂല. എന്ത് ചെയ്യും? ലീഡേഴ്സ് അവരെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ ഞാൻ ആദ്യം നോക്കിയത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ സൈറ്റ് ട്രാൻസ്ഫറിങ് എന്ന പരിപാടി ഉണ്ടോ, അതില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ നെഞ്ചോടെ ഏറ്റെടുക്കാൻ കാരണം. ഒരു കാര്യം തീർച്ചയാണ്, നമ്മളെ കൂടെ വന്നവരെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ ലീഡേഴ്സിന് ഇതിൽ വിജയിച്ച് പോകാൻ പറ്റൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളും അത് മനസ്സിലാക്കുക. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് എന്താ വെച്ചാൽ, ഇതുപോലുള്ള മേഖലയിൽ പല കമ്പനികളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അധികവും മറ്റ് പല സംസ്ഥാനത്തും രജിസ്റ്റർ ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതിനാൽ കമ്പനിയുടെ ഓഫീസ് പോലും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടാവും. ഓഫീസ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ കുറിച്ച് പറയും. നമ്മൾ ആ ഈ ഓഫീസ് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇതിന്റെ അങ്ങനെ ഒരു ഓഫീസേ അവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി തൃശ്ശൂർ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 2016 തൃശ്ശൂർ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 2022 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒട്ടുക്കും അതുപോലെ തന്നെ 13ഓളം വിദേശ രാജ്യങ്ങളിലും സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിക്കാം. മറ്റ് പല കമ്പനികളും വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ആ കമ്പനികളൊക്കെ തന്നെ ഒന്നോ രണ്ടോ ഒരു ഉഡായി കമ്പനി അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് കമ്പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ കമ്പനിനെയും കാണില്ല, ലീഡേഴ്സിനെയും കാണില്ല. പക്ഷേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് 6 വർഷം കൊണ്ട് ഒട്ടനവധി ലീഡേഴ്സിനെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ വരുമാനം കിട്ടിയ ആൾക്കാർ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിപ്പിൽ നമ്മളെ ചുറ്റുവട്ടത്തിൽ 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വരുമാനം കിട്ടിയ ഒരുപാട് ആൾക്കാരെ കാണിക്കാൻ പറ്റും. മറ്റ് പല കമ്പനികളും കാണിക്കാൻ കൽക്കത്തയെ കിട്ടിയിട്ടുണ്ട്, ആന്ധ്രയെ കിട്ടിയിട്ടുണ്ട്, ചെന്നൈ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും പറയാം. പക്ഷേ നമുക്ക് നമ്മളെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടിന്യൂ വരുമാനമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ കമ്പനിയെ 100% വിശ്വസിക്കാം. പിന്നെ ഇവിടെ നിന്ന് കേട്ട 10-20 മിനിറ്റ് കൊണ്ട് കേട്ട കാര്യം കൊണ്ട് മാത്രം എന്താവില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറല്ല. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താവും, 2016 ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന സ്ഥാപനം വന്ന് ഇന്ന് കമ്പനിക്ക് പല മേഖലയിലേക്കും മാറിക്കഴിഞ്ഞു. ഒറ്റ മേഖലയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. കമ്പനി പ്രവർത്തിക്കുന്നത് ഹൈറിച്ച് നിധി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വന്നു. അതുപോലെ തന്നെ ഹൈറിച്ച് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്നു. അതുപോലെ തന്നെയാണ് ഫാം സിറ്റിയുടെ കാര്യം എടുത്തു പറയാതെ വയ്യ. കാരണം നമ്മൾ ഈ കമ്പനിനെ 100% വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടൊരു പദ്ധതിയാണ് ജൈവ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങും. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ മേഖലയിലേക്ക്, അതായത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗാണ് ഈ അവസരം കിട്ടിയിട്ടുള്ളത്. അത് തന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണണം. 3200 കോടി രൂപയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന സ്ഥാപനത്തിന് കേന്ദ്ര ഗവൺമെന്റ് ബോർഡായ നബാർഡ് അനുവദിച്ചിരിക്കുന്നത്. അതായത് 3-4 വർഷം കൊണ്ട് ഈ മേഖലയിൽ സ്വയം പര്യാപ്തത വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ പല സ്ഥാപനങ്ങളും അപേക്ഷ കൊടുത്തപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അത് മാത്രമല്ല, കമ്പനി ഇപ്പോൾ 1000-ന് മേലെ വരുന്ന ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് 3 വർഷം കൊണ്ട് ഏകദേശം 6000-ഓളം ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ ഉദ്ദേശം. അതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കാര്യം പലരോട് പോയിട്ട് പറയുന്നുണ്ട്. ആ പറയുന്ന സമയത്താണ് ഈ 3800 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ കമ്പനിയിൽ നിന്ന് നേരിട്ടില്ല അറിയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഒരാളോട് പോയിട്ട് വർക്ക് പറഞ്ഞു. ആ വർക്ക് പറഞ്ഞാണ് ഈ കമ്പനിയെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നോടൊരു ഉച്ചക്ക് അങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറയാ, ഇനി വിചാരിക്കുമ്പോൾ എന്നല്ല, ഇനി മനസ്സിലാക്കിയ പോലെയല്ല, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നീ വിചാരിച്ചതിനെക്കാട്ടും എത്രയോ വലിയൊരു കമ്പനിയാണ്. അതുകൊണ്ട്
ഇതിനെ 100% വിശ്വസിച്ചുകൊണ്ട് ഞാനും കൂടെ നിൽക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു തരുന്ന വെച്ചാൽ ഡൽഹിയിൽ നിന്ന് നേരിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ആടെ അന്വേഷിച്ച് ഹരിത ഓൺലൈൻ ഷോപ്പിയെ കുറിച്ച് ഡൽഹിയിലുള്ള ഒരാളോട് വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞതാണ് ഇന്നേ പോലെ കമ്പനിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 100% ആ കമ്പനിയെ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് 100% വിശ്വാസം വരുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് പോലും നമ്മളെ മേഖലയെ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇത് കിട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ അന്ന് തന്നെ ഏകദേശം 15 ലക്ഷത്തോളം ID ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവർ മനസ്സിലാക്കിയത് ഇത്രയും ആൾക്കാർക്ക് ഇതിന്റെ ഗുണം കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് അത് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കൃത്യമായി പഠിക്കാൻ തയ്യാറല്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് വരുമാനം കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള പല മേഖലയും കടന്നു വന്ന സമയത്ത് 2011 കാലഘട്ടത്തിൽ എല്ലാ കമ്പനിയെയും കൂട്ടിച്ചിട്ടുണ്ട്. എല്ലാ കമ്പനിയെയും അന്ന് കൂട്ടിച്ച് അതിനുശേഷം ഇതിനൊരു നിയമസാധ്യത കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും കേരള ഗവൺമെന്റ് ബോഡിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ ഉടായിപ്പ് കമ്പനികൾക്കൊന്നും തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് 100% കമ്പനിയെ വിശ്വസിക്കുക. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ആരെ വിശ്വസിക്കണം? ആദ്യം കമ്പനിയെ വിശ്വസിക്കുമോ? ഇല്ല. ആദ്യം വിശ്വസിക്കുന്നത് നിങ്ങളെ ആരാണോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് അവരെ വിശ്വസിക്കുക. ഒരു കാര്യം തീർച്ചയാണ്, അവര് നിങ്ങളെ വീഴ്ചടിക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ല. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി അപ്പോൾ ഇന്നേ ആൾക്കും കൂടി ഇത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കും എന്തായിരുന്നില്ല അവരുടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തികളെ വിശ്വസിക്കുക, അതിനുശേഷം കമ്പനിയെ വിശ്വസിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആദ്യം എന്നോട് ബിസിനസ് പറഞ്ഞ ആൾക്കാരെ വിശ്വസിച്ചു. അതിനുശേഷം ഇപ്പോൾ 100% കമ്പനിയിൽ വിശ്വാസം വന്നു. കാരണം ഈ സമയം നമ്മൾക്ക് ഏകദേശം 1.5 വർഷം ആകുമ്പോഴത്തേക്കും എനിക്ക് കമ്പനിയിൽ കൂടി ഒരു 15 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റി. ഞാനിവിടെ സന്തോഷിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിന് സമാനമായ മറ്റൊരു കമ്പനിയിൽ ഈ സമയത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് വന്നത്. ആ വരുന്ന സമയത്തും അവിടെ ഇവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു മോട്ടിവേഷനും ഇല്ല. ഞാൻ അവിടെ 6 വർഷത്തോളം മോട്ടിവേഷന്റെ പുറത്ത് പാഞ്ഞൊരു വ്യക്തിയാണ്. മോട്ടിവേഷന്റെ ഭാഗമായിട്ട് പാഞ്ഞ് തിരിഞ്ഞ് ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് എൻ്റെ ബാധ്യത എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. കാരണം അവിടെ മോട്ടിവേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന പല സ്ഥലത്തു നിന്നും പൈസ വാങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇവിടെ കയറി വരുമ്പോൾ തന്നെ മറ്റു പല കമ്പനികളിലും ഇതിൻ്റെ ഒരു ഫീസാണ്. ഇവിടെ കയറി വരുമ്പോൾ ആളോട് ഫീസ് വാങ്ങിയില്ല. കാരണം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ എന്താവശ്യത്തിന് പുതിയ വരുന്ന വ്യക്തികളോട് പൈസ വാങ്ങണം, അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. പൈസ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല. മറ്റ് പല കമ്പനികളും എടുത്ത് പരിശോധിച്ചാൽ പൈസ കിട്ടാത്തത് കൊണ്ട് ആളിന്റെ വാടക കൊടുക്കെ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കയറി വരുമ്പോൾ ഈ രീതിയിൽ പൈസ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനിനെ നല്ല രീതിയിൽ പഠിക്കുക. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത് ജോഡി മാച്ച് ചെയ്ത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ എന്താവും, നമ്മുടെ വാലറ്റിലേക്ക് പൈസ വരും. നാളെ വന്ന സമയത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ കൊണ്ട് നമ്മളെ പൈസ ബാങ്കിൽ വരും. ആകെ 3 ദിവസം. നമുക്കിപ്പോൾ 10,000 രൂപ വേണം. ഇന്നത് ജോയിൻ ചെയ്യിപ്പിച്ച് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 10,000 രൂപ നാളെ വന്ന് 3-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ. ഇത്രയും സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുതിയ അപ്ഡേഷൻ കമ്പനി ഓരോന്നും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കുക. എന്നാ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എത്ര വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നതാണ് കമ്പനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് കമ്പനീൻ്റെ എന്നും എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എത്ര കൂടുതൽ വരുമാനം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്, ഇതിൽ നമ്മൾ വന്ന് കുറച്ച് സമയം നമുക്ക് എന്തുണ്ടാവും, വന്നേ പാടെന്ന് ചിലപ്പോൾ കുറേ ആൾക്കാരൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ പോയി പലരോട് പറയും
പലരും ഇത് ഇനി ഇപ്പേ കേട്ടിട്ടുള്ളൂ, ഇതെല്ലാം ഇവിടെ വന്നിട്ട് എത്ര കാലമായി എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. പക്ഷേ അതൊന്നും മൈൻഡാക്കാതെ നിങ്ങൾ ഇതിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾക്ക് വരുമാനം വരുമെന്നുള്ള കാര്യം സംശയമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു ജ്യോതിഷം ശ്രമിക്കണം നമ്മളെ കുട്ടിയെന്നല്ല പറഞ്ഞു. അപ്പോൾ ഒരു ജ്യോതിഷ ഒരാളോട് പറഞ്ഞ് നിങ്ങളെ പറമ്പത്ത് നിധിയുണ്ട് എന്ന് പറഞ്ഞു. നിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായി, അവര് കുടുംബക്കാരും എല്ലാവരും കൂടി കുഴിക്കാൻ തുടങ്ങി. ഒരടി കുഴിച്ച്, രണ്ടടി കുഴിച്ച്, മൂന്നടി കുഴിച്ച്. മൂന്നടി കുഴിക്കുമ്പോൾക്ക് നിധി കിട്ടാണ്ടായതുണ്ട്. ഒപ്പരമുള്ള ആളെല്ലാം ബലിയാൻ തുടങ്ങി. പിന്നെ തൊട്ട കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ കുഴിച്ച് 5 അടിയായി, 6 അടിയായി. 6 അടിയായ കുടുംബക്കാരെല്ലാവരും പോയി. പിന്നെ ആരും അയാൾ ഒറ്റക്ക് കുഴിച്ച് പിന്നെയും കുഴിച്ച് 7 അടിയായി. 7 അടിയായി കുഴിച്ചിട്ട് നിധി കിട്ടാണ്ടായാലും എന്തായി, അയാൾ അത് ഉപേക്ഷിച്ചു. കുറെ കാലം കഴിഞ്ഞ് ആ നാട്ടിലോട്ട് ഒരു പുതായിട്ട് ഒരാൾ കടന്നു വന്നപ്പോൾ അയാൾ ചോദിച്ച് ഇതെന്തായിട്ടൊരു കുഴി. എന്തായാലും പറഞ്ഞ് അതൊരു വരാന്തൻ, നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുഴിച്ചതാണ്. പക്ഷേ അവൻ ആ നദിക്ക് അവിടെ കുഴിച്ചിട്ട് ഒന്നും കിട്ടായിട്ട്, നിധി കിട്ടായിട്ട് അത് വിട്ട് പോയിരുന്നു. അപ്പോൾ എന്തായി, ഈ കേട്ട വ്യക്തി ഏതായാലും അഥവാ നിധി കിട്ടിയാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കുഴിച്ച്. ഒരടി കുഴിക്കുമ്പോഴേക്ക് എന്തായി, അദ്ദേഹത്തിന് നിധി കിട്ടി. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഹൈറിച്ചിൽ വന്ന് പ്രവർത്തിച്ച് ഏകദേശം നല്ല വരുമാനം കിട്ടാനാവുന്നുണ്ടാവും. നിങ്ങൾ വിട്ടേച്ച് പോകും. ആത്മാർത്ഥമായിട്ട് ഇതിനെ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിധി കുഴിച്ചിട്ട് പകുതി കിട്ടു പോകുന്നതിന് സമാനമായിരിക്കും. ഹൈറിച്ചിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ പോലെ നിധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്ത് ആത്മാർത്ഥമായി ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് 800 രൂപ കൊടുത്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നല്ല രീതിയിൽ, അതായത് ഓരോരുത്തരും ബിസിനസ് പറഞ്ഞ് അതിശക്തമായ ഒരു 13,000-ന് മേലെ വരുന്ന അതിശക്തമായ നിങ്ങളിപ്പോൾ ചിന്തിക്കും. ഞാൻ സ്റ്റാർട്ട് ചെയ്തേപ്പാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു 5-6 ആളായി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി ഇതെപ്പോൾ എൻ്റെ ആള് അനീഷ് സാറെ പോലെ 500-600 ആളെപ്പോൾ ആവുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ അത് മനസ്സിലാക്കി കൂടുതൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ രീതിയിൽ. അതുകൊണ്ട് ആദ്യം മാത്രം ഏതൊരു മേഖലയിലായാലും നമുക്ക് പുതുതായിട്ട് കടന്നു ചെല്ലുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ അതെല്ലാം ഇതിൻ്റെ ഒരു പഠിക്കുന്ന സമയമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും കാലഘട്ടത്തിൽ ഇതിന് നല്ല രീതിയിലുള്ള വരുമാനം. അപ്പോൾ ഞാൻ അങ്ങനെ പ്രവർത്തിച്ച് എനിക്ക് എല്ലാവരെയും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. എല്ലാവരെയും ഓടിയെത്താൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വരുമാനം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഒരു 10,000-30,000-40,000 രൂപേൻ്റെ മേലോട്ട് വരുമാനം വർദ്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പരിശോധിച്ചു അതെന്താ കാര്യം. അപ്പോൾ എനിക്ക് എല്ലാവരും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനൊരു കാർ എടുത്തതിന് ശേഷം ഞാൻ ഓട്ടം തുടങ്ങി. ആ കാർ എടുത്ത ആഴ്ച തന്നെ എനിക്ക് വന്ന, ആ മാസം തന്നെ എനിക്ക് വന്ന വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് കാർ എടുത്തുന്നുണ്ട് ഇങ്ങനെ പറയുന്നതിനാണ്. കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടാനുള്ള സൗകര്യം, അല്ലാണ്ട് ബിസിനസ്സിൽ കാണിക്കാൻ വേണ്ടിയിരുന്നത് കൂടുതൽ ഓടാൻ പറ്റും. അതിനനുസരിച്ച് വരുമാനം. ഒരു കാര്യം തീർച്ചയാണ്, ആ രീതിയിലേക്ക് നിങ്ങൾക്കും മാറാൻ പറ്റും. കൂടെ നിന്നവർക്ക് വരുമാനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓടുക. ആ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും വരുമാനം കിട്ടും. ഇതുകൊണ്ട് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഇത് ഏറ്റെടുക്കാൻ